ഇന്ന് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കാലത്തെ ചോറിനുള്ള ഇത് നോക്കണേണ്. അപ്പോൾ ഇന്ന് ചോറ് ഇരിപ്പില്ല, അപ്പോൾ ചോറ് വെക്കണം. പിന്നെ അതുപോലെ തന്നെ കറിക്ക് നമുക്ക് നമ്മുടെ പൊടിമീനൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. പൊടിമീൻ നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് പിന്നെ പലവക, പിന്നെ അതുപോലെ മിക്സർ മീൻ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഈ മീൻ തിളപ്പിക്കാനായിട്ട് നല്ല മീനാണ് കേട്ടോ. അപ്പോൾ ഞാനത് കൈയോടെ വെട്ടി തേച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ തിളപ്പിക്കാനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലാണ്, നാടൻ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആണ് ഇവിടെ മസാല ഇട്ട് എടുക്കണം. അതുപോലെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ തിളപ്പിക്കടയിൽ വെളുത്തുള്ളി ചേർക്കാറില്ല. കറിവേപ്പിലയും കൂടി ചതച്ചത് വെളിച്ചെണ്ണയിട്ട് മൂപ്പിച്ച് അതിൻ്റെ പച്ചമുളക് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതാണ് നമ്മൾ മസാലയായിട്ട് ഇത് ചെയ്യണം. എന്നിട്ട് അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പൊടിക്ക് ആവശ്യമായിട്ടുള്ള ചൊറുക്കയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് അതിലേക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ള മീൻ തിളപ്പിക്കൽ അങ്ങനെ റെഡി ആയിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഇറക്കാൻ നേരത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി തൂക്കി കഴിഞ്ഞാൽ സൂപ്പറായി. പിന്നെ ഇതിൻ്റെ ഇടക്കൂടെ കുറച്ച് മീൻ വറുക്കാനും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനും പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ മുഴുവൻ കുരുമുളകില്ലേ അത് നമ്മൾ ഇടിയങ്കലയിലിട്ട് ചതച്ചത്. അപ്പോൾ അതും കുറച്ച് ചെറുനാരങ്ങ അല്ലെങ്കിൽ ചെറുക്കയും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടിയായിട്ട് ഞാൻ മെഴുക്ക് പുരട്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വെള്ളമൊക്കെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഈ മസാല കൂടി പുരട്ടി വെച്ചിരിക്കുന്ന കൂർക്ക കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൂർക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഊണിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചോറും മീൻ കറിയും മീൻ വറുത്തതും പിന്നെ അതുപോലെ തന്നെ ഒരു പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു കൂർക്ക മെഴുക്ക് പുരട്ടി. തട്ടിക്കൂട്ടാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കണ്ടിട്ട് നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. കൂർക്ക ഒന്ന് ഒരുക്കിയെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂർക്ക നമുക്ക് ഇത്തിരി കുഴമ്പനായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇത് മെഴുക്ക് പുരട്ടിയായിട്ട് ചെയ്തേക്കണതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ഊണിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഈ മീറ്റിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്ന് പറയാനായിട്ട് കമൻറ്റിൽ പറയാനായിട്ട് മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വിഭവമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.